എന്റെ അമ്മേ. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി, എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. സ്റ്റേജിലുണ്ട്. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കണം. കൈ എവിടെ? കയ്യല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങൾ സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടോ മാറി എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയല്ലേ എഴുന്നേറ്റ് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. എന്നെ കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ് ഒരു ഫോട്ടോ എടുത്തേ. ഒരു 2 പാക്കറ്റ് മിഠായി എടുത്തേ. ഇത് മതിയോ? മതി, അത് മതി. ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ ഒത്തിരി മിഠായി കൊടുത്തേ. കുറച്ച് സ്ഥലം തരൂ. കുട്ടികളുടെ സന്തോഷം. വൈശാലിവിള ടൗണിലൊന്നും കിട്ടില്ല, കോയമ്പത്തൂർന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. കൈയോട് ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ, എന്താ വേദനിച്ചോ? ഇല്ല. വേണ്ട. കരിമണിമാലയുണ്ട്, ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ, 36 ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അപ്പൊ ഓറഞ്ചോ ഗ്രേപ്സോ? കുമാരേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ ഗ്രേപ്സ് ആയിക്കോട്ടെ, കളറ് വെക്കാൻ നല്ലതാ. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്. അയ്യോ, കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കടോ ചെട്ടി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്കുക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താനത് വിൽക്കുക, വളരുക, പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് പുഷ്പിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷേ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? നന്ദി. അതുണ്ടാവണം. ഈ കടവലിതാക്കെന്നൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ടാ. അതെ, കുട്ടി മാത്രല്ല, ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും ഉന്തിത്തരും. വീഴലടാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും ഉന്തിത്തരും. പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം പഴം പഴം. കുട്ടികൾക്ക് പഴത്തോളൂ. ചായ താൻ കുടിക്കേ. അയ്യോ വേണ്ട, കുടിക്കറോ. കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ, പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല. വെക്ക്. പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം. വെച്ചില്ലേ? ഡോറടക്കി. ചെട്ടി പിന്നിൽ കറക്റ്റ് ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ. അങ്ങോട്ട് മാറണടാ. അങ്ങോട്ട് മാറാ പിള്ളേരെ.
തോറ്റല്ലോ. ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത്? എവിടെ കിടന്ന് സെറ്റകളാ ഈ വിറ്റകളൊക്കെ? നമ്മുടെ നാടിനല്ലേ മോശം? കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല. തിരക്കില്ല, ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നില്ല. വാങ്ങണ്ടെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ? വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ? ഇത് നോക്കിയാ അയ്യോ സോറി. അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയ കഥയുടെ ദുരന്തം. മഷിപുരണ്ട ജീവിതങ്ങൾ. ഈ ആഴ്ചത്തെ വായിച്ചാ? ഇല്ല. മഷിക്കട പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ ഇത്തിരി ചുണ്ണാമ്പ് പുരട്ടിയാ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധ, ക്ഷമിക്കണോട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ? എന്താ ശാനത്, കൊറേ നേരം ആയല്ലോ. ഇന്നലത്തെ ബാക്കി. ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് 1 രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ. നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ. നീ മുറുക്കാൻ എടുക്ക്. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല എന്റെ ചെട്ടിയാരെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണമാവോ? വേണ്ടപ്പോ പറയാം. ബ്രൈറ്റ് മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ് മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ് മെൻ സംഘങ്ങളും ഇങ്ങോട്ട് വരൂ, വരൂ. ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്. ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര, നമുക്ക് ആണുങ്ങൾക്ക് വേറെ എടുക്കാം. ഇത് സർവശ്രീ ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലം പതിച്ചു. ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാനുള്ള ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാറിനെ ഒരു നാരങ്ങ കൊടുത്താരെങ്കിലും. ഇമവെട്ടാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇമവെട്ടാ മത്സരം പങ്കെടുക്കുന്നവർ സർവശ്രീ ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവെട്ടാ മത്സരം? ഇമവെട്ടാ മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കൊരങ്ങ. ഈ ഇമവെട്ടാ മത്സരം എന്ന് വെച്ചാൽ
ഇവ വെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ട മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തലനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഈമ വെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മെനോൻ, നയന മനോഹരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാർ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മെനോൻ, ഇതാ മിസ്സിസ് മെനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയില്ല. മിസ്സിസ് മെനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് സുഹൃത്തുക്കളുടെ. ഇതാ മിസ്സിസ് മെനോൻ ഔട്ടായിട്ടും പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ബ്രൈസ്മാൻ ക്ലബിന്റെ നെടുംതൂണായ ശ്രീമാൻ ലാസർ മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമ വെട്ടാ മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല, പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയാണെങ്കിൽ കരയണ വിവരം പറയട്ടോ, കണ്ണീറ്റവും കരയണോ? കരയല്ല. അത് പറ, കണ്ണീറ്റ് കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. അത് പറ, സത്യം പറ, അമ്മ സത്യമായിട്ട് നേര് പറയണം, ഈ കണ്ണീറ്റായി പോവും. കരയണ വിവരം പറയട്ടെ, ഞാൻ പറയാം. അദ്ദേഹം തോറ്റതല്ല, അദ്ദേഹം തോറ്റ് പിന്മാറിയതല്ല, അദ്ദേഹം ധൈര്യപൂർവ്വം വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യം ഉണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനോട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഔട്ടായി പോയി. റൊമാൻസ് കുമാരൻ ഔട്ടായിട്ടും ഒന്നാമനായി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി ഇതാ തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്മറിസമോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസമോയുടെ കയ്യിൽ കാലുകൊണ്ട് അവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ നാരായണൻകുട്ടി ഒരേ പോയിന്റിലേക്ക് നോക്കി. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. ഇതെന്താ തുറന്നു നോക്ക്. കുമാറാ, അത് ഫ്രിഡ്ജ് ആയിരിക്കും. ഫ്രിഡ്ജോ? എടോ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാരി പോലൊരു സാധനമാണ്. ഇതിനൊരു എലിക്കൂടിന്റെ വലിപ്പമേ ഉള്ളൂ. എന്നാ എളിക്കൂടായിരിക്കും. എല്ലാരും ഇങ്ങോട്ട് തന്നെ കണ്ണും തുറച്ച് നോക്കിയേക്കുക. നിന്നോട്ടെ, നമുക്കെന്താ. എന്നാലും എന്തിനാ അത്ര കുശുമ്പ്? കുശുമ്പല്ല, ഈ അസുഖത്തിന്റെ പേര് വേറെയാ. ഓൺ ചെയ്ത് നോക്ക്. ഉദ്ഘാടനം കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ. മാസാമാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ജപ്തി ചെയ്തോണ്ട് പോവും. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക. പിടിക്കട്ടെ, ശമ്പളക്കാരിയല്ലേ, ഞാൻ കാശൊന്നും തരില്ല.
ഇവന്റെ പണി പൂട്ടി കുമാരാ. എനിക്ക് വേണ്ട, തന്നെത്താൻ കഴിച്ചാ മതി. അത് പറ്റില്ല. ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം. ദാ. ദേ അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവി എന്നല്ലേ കുറച്ചും മുമ്പ് പറഞ്ഞത്. ദാ. എനിക്കിത് ഇയാളെ ഒരു തൊലി കാണുമ്പോഴാ വായി പല്ലുമില്ല. എന്റെ കുമാറാ, നീ ഒരു കല്യാണം കഴിക്ക്. അപ്പൊ നിന്റെ ഈ അസുഖം ഒക്കെ മാറി കിട്ടും. കുറെ നേരമായി. നീ നേരാവാൻ പോണില്ല. വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഓ, നവമുണ്ട്. ആ, ശ്രീദേവി. അവളോട് അന്വേഷിച്ച. സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ. ചത്തത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി, കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമ കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? ആ, സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവൻ ആ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരു അവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ, ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ, മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും. അവനെയും ആ ചാവാ ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഘടിച്ചത്. ഇന്നലെ എന്റെ ഇഷ്ടി അയക്കാഞ്ഞത് യൂണിയൻകാര് സമ്മതിച്ചില്ല. എടോ, യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നല്ലോ പറക്കി തരണേ, കാശല്ലേ. ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുതലാളി. ആ, ആരായി വന്നിരിക്കണേ? എന്താ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും, ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ. അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് അറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് തന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് കാണാം. കരക്ക് ഇനി ഒരു കരക്ക്.